ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏട്ടൻ ഓഫീസിൽ നിന്ന് എത്തിയിട്ടേ വീണ്ടും വൈകിട്ട് ഉള്ള പരിപാടികളാണ്. വീണ്ടും മണ്ണ് ഇടണം എന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് മണ്ണ് കോരിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും മണ്ണ് കോരിയിടണം എന്ന് പറഞ്ഞിട്ട് അപ്പം മണ്ണ് ഇങ്ങനെ നന്നായി ചരലുണ്ടല്ലോ. അപ്പോൾ ഈ അട്ടർ വീണ് ഇവിടെ നല്ല ചരലുകളുണ്ടല്ലോ, മണ്ണ്. ആ ചരല് ഇനിയിപ്പോൾ എവിടേക്ക് ഇടണേന്ന് അറിയില്ല. അപ്പോൾ ഇറക്കാലിക്ക് ഇടണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇറക്കാലിക്ക് കൊണ്ട് ഇടാനുള്ള പരിപാടി തോന്നണം. ഞാനാണെങ്കിൽ അവിടെ മുട്ടടിക്കലൊക്കെ ഉണ്ടായിട്ടാ, നടത്തുമൊക്കെ കഴിഞ്ഞു. ഇന്ന് പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല, അവിടെ വെച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞു വാ ഒരുമിച്ച് പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ശരി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം ചേട്ടൻ ചെയ്യുന്ന നോക്കി നിൽക്കുകയാണ്. എനിക്ക് ഈ മണ്ണ് ഇടലും കാര്യങ്ങളൊന്നും നടക്കണ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ തന്നെയാണ്, ആൾക്ക് ഇൻട്രസ്റ്റാണ്. ആളുടെ അമ്മ ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കാറുണ്ട് ഇത്ര മണ്ണൊക്കെ കൊണ്ടിടലൊക്കെ. അപ്പോൾ അത് കാരണം ആ ചേട്ടൻ അത് ഇടുകയാണ്. എത്ര നേരമായി എന്നറിയോ, ആൾക്ക് പിന്നെ ഓഫീസിൽ നിന്ന് വന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഇവരായിട്ട് നമ്മൾ വലിയ കണക്ഷൻ ഉണ്ടായിരുന്നില്ലല്ലോ വാടക വീട്ടിലത്തെ, അങ്ങനെ പരിചയമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ നമുക്ക് നല്ല പരിചയമുള്ളവരൊക്കെ ചില്ലറ പൈസ കിട്ടിയോ, പരിചയമുള്ളവരാണെങ്കിലാണ് നല്ല സ്നേഹബന്ധമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ പോകുമ്പോഴൊക്കെ നമുക്ക് വിഷമം തോന്നുള്ളൂ. അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് പൊക്കോളൂ. ചേട്ടന് എന്ത് പണി ചേട്ടൻ എടുക്കുന്നുണ്ടെങ്കിലും കൂടെ ഞാൻ നിന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ആശ്വാസം. ഇത്ര ബോറത്ര ഞാൻ വിളിച്ചോണ്ട് വന്നതാ. ഞാൻ ഇപ്പം പോവും എന്നെ വിളിച്ചോണ്ട് വന്നതാട്ടോ. അവിടെയൊക്കെ എടുക്കണ്ടായിരുന്നു. എന്നെ ചമ്മിറ്റടിക്കലും നടക്കലും ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്ന എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയണേ ഞാൻ ഭയങ്കര ബോറാന്ന് നിൽക്കുമ്പോൾ. എന്താ അല്ലേ, എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മളെ എന്താ പറയുക, ഒരു പരിധി വിട്ടവരാരും പ്രോത്സാഹിപ്പിക്കില്ല, പിന്നെ സ്നേഹിക്കില്ല. അവർ ഭയങ്കര സ്നേഹമാണ് പറയും മനസ്സിൽ. പക്ഷെ ഒരിക്കലും അവർ എന്താ പറയുക, എക്സ്പ്രസ് ചെയ്യില്ല എന്നൊന്നല്ല. ഭയങ്കര എക്സ്പ്രഷൻസൊക്കെ കൂടുതലാണല്ലോ, ഭയങ്കര ആക്ടിങ്. അതിന് ആക്ടിങ് എന്ന് പറയും. പക്ഷെ നമ്മൾ എന്താ പറയുക, നമ്മളൊരു 100% ആണെങ്കിൽ അവരെപ്പോഴും അവരുടെ ഭാഗത്ത്, നമ്മൾ സ്ത്രീകളെപ്പോഴും സ്നേഹിക്കുമ്പോൾ ഫുള്ളാണ് സ്നേഹിക്കുക, 100% പക്ഷെ പുരുഷന്മാരെപ്പോഴും നമ്മൾ സ്നേഹിക്കുമ്പോൾ 99% ആയിരിക്കും. കാരണം അവരുടെ മനസ്സിൽ അവർക്ക് വ്യക്തമായിട്ട് അവർ വയ്ക്കും ഒരു കുറച്ച് ഭാഗം. അത് ഒരുവിധം ഞാൻ കണ്ടിട്ടുള്ളതാണ്. കുറച്ച് അങ്ങനെ തന്നെയാണെന്നാണ് എനിക്കും പറയാം, അങ്ങനെ തന്നെ ആവണമെന്നാണ് പറയുക. കാരണം എപ്പോഴും നമ്മളെ മറന്ന് ഒരാളെ സ്നേഹിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അയാളിൽ നിന്ന് എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ അയാൾ നമ്മൾ വിട്ടുപിരിയുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി എപ്പോഴും കുറച്ച് ഒരു ഗ്യാപ്പ് എപ്പോഴും നല്ലതാണ്. എനിക്ക് അതിനെയാണ് തോന്നുന്നത്. ചേട്ടാ അങ്ങനെയാണോ? ചേട്ടൻ ഒരു ഗ്യാപ്പുണ്ടോ? ഇല്ല, പൊടിയാണ് ഇല്ല. എൻ്റെ ചേട്ടൻ അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, കുറച്ച് അങ്ങനെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാനും അങ്ങനെ ചേട്ടാ, ആരും അങ്ങനെ അധികം വിശ്വസിക്കാറില്ല, ആരായിട്ടും പെട്ടെന്ന് എടുക്കാറില്ല. ആരോടും ഒരു അറ്റാച്ച്മെൻറ്റ് ഒന്നിൽ കുറച്ച് ചിരിക്കൂട്ടോ, നന്നായി ചിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ അറ്റാച്ച്മെൻറ്റ് ഭയങ്കര കുറവാണ്. ആരോടും ഒരു പരിധി കൂടുതൽ ഇങ്ങനെ ഒരു കുറച്ച് നേരം സംസാരിച്ച് അത്രയേ ഉള്ളൂ. ഒരു പരിധി കൂടുതൽ ആരായിട്ടും അറ്റാച്ച്മെൻ്റ് ഇല്ല. ഞാൻ എന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് പെട്ടെന്ന് ഞാൻ ഡെസ്പായി പോകും. അവരുടെ വല്ല മോശം അനുഭവങ്ങളോ അല്ലെങ്കിൽ അവർ നമ്മൾ അങ്ങനെയൊക്കെ വിഷമവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ, ഒരു പെർസെൻറ്റേജ് അങ്ങനെയായിരിക്കും.
ഞാൻ ഇങ്ങനെ സ്ത്രീകളെ ഇങ്ങനെ മൊത്തത്തിലിങ്ങനെ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 1% നമ്മളെപ്പോഴും നമ്മളിൽ നിൽക്കണം. അപ്പോൾ പ്രഖ്യാപനം നാളെയാണെന്ന് നമുക്ക് പറയാണ്. നാളെ എപ്പോഴാണാവോ പ്രഖ്യാപിക്കാം? ഒരു മുഖ്യമന്ത്രീനെ കിട്ടുമോ എന്നാണ് ഞാൻ ചോദിക്കേണ്ടത്. അവിടെ ചേട്ടൻ ഇപ്പോൾ ടി വിയിൽ കണ്ടിട്ട് പറയാം പ്രഖ്യാപനം നാളെയൊന്നും. എന്താ അല്ലേ, ഭയങ്കര മോശം. ഇങ്ങനെ നമ്മളെ ഒരു മുഖ്യമന്ത്രിയും ഇല്ല, ഒരു തേങ്ങയില്ല. നമുക്കൊരു ഇത്രയും ജയിച്ചു വന്നിട്ട് ഒരു മുഖ്യമന്ത്രീനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്ര അധികം സമയം, എന്താ അല്ലേ, ലോകത്തോൽവി എന്ന് പറയും. എനിക്ക് അങ്ങനെ എൻ്റെ അഭിപ്രായം. നമ്മളൊക്കെ അതൊക്കെ നമ്മുടെ തോൽവിയാണ്. ഇത്രയും കാലം കാത്തിരുന്ന് ഇത്ര നല്ലൊരു ജയം കൈവരിച്ച് വന്നിട്ട് ഒരു മുഖ്യമന്ത്രീനെ തിരഞ്ഞെടുക്കാൻ നിൽക്കുന്നിടത്ത് പൂരത്തല്ലേ. എന്താ ചെയ്യാം, ഓരോരുത്തരുടെ ഓരോരോ വിധി. അങ്ങനെ ഈവനിങ് പോക്ക് ഭയങ്കരമായിരുന്നുള്ളൂ. ഈവനിങ് പോക്കൊക്കെ ഭയങ്കര ബോക്കിങ് ആയിരുന്നു. അയ്യോ, നടന്നു, അത് കഴിഞ്ഞു, 1 hour നടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വാരി. അപ്പോൾ ആലോചിച്ച് നോക്കൂ എത്രമാത്രം ഞാൻ പണിയെടുത്തു എന്നും. മുറ്റടിച്ച് വാരിക്കും. ഇനിയിപ്പോൾ പാത്രങ്ങൾ കഴുകുക. ഞാൻ രാത്രിയിലത്തെ പാത്രങ്ങൾ രാവിലത്തെ പാത്രങ്ങളെല്ലാം വൈകിട്ടാണ് കഴുകാൻ വയ്ക്കാറുള്ളൂ. എനിക്ക് സോപ്പും ഇതൊക്കെ ആകുമ്പോഴേ കൈ ഇങ്ങനെ അലർജിക്കാണ്. എനിക്ക് അലർജിക്കാണല്ലോ എൻ്റെ സ്കിന്ന്, സോറിയോസിസിൻ്റെ ഇത് വെക്കണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മക്കളെ. ലൈറ്റൊക്കെ ഇട്ടു, വിളക്ക് വയ്ക്കാറാവുന്നേ ഉള്ളൂ. 7 മണിക്കാണ് വിളക്ക് വയ്ക്കാം. വിളക്ക് വയ്ക്കേണ്ട സമയമാവണേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം വർത്തമാനം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നത് അവിടെ കിടക്കണ്ടായിരുന്നു എന്നെ. ഇങ്ങോട്ട് വായോ ആൻറ്റി, ഇങ്ങോട്ട് വായോ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ ആളെന്നെ ഒറ്റയ്ക്കേക്ക് പോയിട്ടാണ് കൂളായിട്ട് പോയിരുന്ന ടി വി കാണാം. അതെ, വാതിൽ തുറക്കുമ്പോഴേക്കും നമ്മുടെ സുന്ദരി സൂസി അവൾ വന്നിട്ട് അപ്പം അവിടെ നിൽക്കും. അപ്പം ഞാൻ ഇങ്ങനെ നടക്കുക. നല്ല ഇരുട്ട്, നല്ല രസമാണല്ലോ. പിന്നെ എന്താ പറയുക, നമുക്ക് ഇന്ന് ഞാൻ ദോശയാണ് രാത്രി. എൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഞാനൊരു 4 മണിക്ക് ഫുഡ് തീർത്തു. 4 മണിയായപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലി കഴിച്ചു. പിന്നെ ഇഡ്ഡലി കഴിച്ചു, ലേശം കുക്കമ്പർ കഴിച്ചു. ഇനി ഒന്നുമില്ല, ചട്നി കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചത്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നും ഞാൻ കഴിക്കുന്നില്ല. ഇത് പ്രോട്ടീൻ ഫുഡൊന്നും എടുത്തിട്ടില്ല കേട്ടോ രാത്രിയിൽ. ഇനിയിപ്പോൾ ഞാൻ ഇഡ്ഡലിയാണ് കഴിച്ചതുകൊണ്ട് ഇനി വേറെ ഫുഡൊന്നും കഴിക്കുന്നില്ല. ഇനി രാത്രിയിൽ കിടന്നുറങ്ങും, വെള്ളം കുടിക്കും. വെള്ളം ഇഷ്ടംപോലെ ഇങ്ങനെ ദഹിക്കുമ്പോൾ വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇനി നാളെയാണ് ഞാൻ ഫുഡ് കഴിക്കുകയുള്ളൂ. പച്ചക്കറിക്കാരൻ പോകുന്നുണ്ട്. പച്ചക്കറി നമ്മൾ മേടിക്കാറില്ല, പച്ചക്കറിക്കാരൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീനും ഒക്കെ ഈ സമയത്ത് ധാരാളം പോകും. പിന്നെ എനിക്കുള്ളത് ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വരുമല്ലോ. അപ്പോൾ അവിടെ വെക്കാനുള്ളതൊക്കെ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നു, കാരണം നമ്മൾ വാങ്ങിക്കാറില്ല. അപ്പോൾ 4 മണിയായപ്പോൾ എൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. പിന്നെ 5 മണിയായപ്പം ഞാൻ നടക്കാൻ തുടങ്ങി. 6 മണി വരെ നടന്നു. അത് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ മിറ്റടിച്ച് വാരി. ഒരു 6:30 ആകുമ്പോഴേക്കും എൻ്റെ മുറ്റടിയൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാരണം വേറെ പണികളൊന്നുമില്ല. ഇനി പാത്രം കഴുകണം, നീറ്റാക്കണം, കിച്ചൺ അടിച്ചു വാരി തുടയ്ക്കണം, അങ്ങനത്തെയൊക്കെ കുറച്ച് പണികൾ. ചേട്ടന് 2 ദോശ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങളൊക്കെ. അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.